അർജുന, നമ്മുടെ സ്വാർത്ഥത നമ്മെ നാശത്തിലേക്ക് നയിക്കും. ചിന്തകളെ ത്വരിതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കൂ. അതാണ് സ്വാർത്ഥകമായതും. കൃപാചാര്യർ, ദ്രോണാചാര്യർ, വിതുരർ എല്ലാവർക്കും വസുദേവൻ കൃഷ്ണനെ ഭയമാണ്. പക്ഷെ എന്നാൽ ഈ ശകുനിക്ക് വസുദേവൻ കൃഷ്ണനെ തികച്ചും ഭയമില്ല. നിങ്ങൾക്കായി നൽകുന്നു 2500 രൂപയുടെ ഫുൾ ടോക്ക് ടൈം ഓഫർ. ഇപ്പോൾ തന്നെ റീചാർജ് ചെയ്യൂ, ഈ ഓഫർ സ്വന്തമാക്കൂ. എനിക്ക് തോന്നുന്നു ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഈ ജോബ് ചെയ്യാൻ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. മൈക്കിന് മുന്നിൽ അവർ ഇട്ടിരിക്കുന്ന അവരുടെ എക്സാക്റ്റ് ആയിട്ടുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് റിസ്കി ജോബ്. റിസ്കി പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കണം. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല ഡബ്ബിങ്. മഹാഭാരതത്തിൽ എന്താ ചെയ്യണേ? ഡബ് ചെയ്യുന്ന ആളാണ്. ആർക്കാ? കൃഷ്ണ. ഓ ഭഗവാനെ. അപ്പൊ ആ ഇപ്പുറത്തിരിക്കുന്ന കുറെ ടീച്ചേഴ്സ്, റിട്ടയർഡ് ടീച്ചേഴ്സാ. അവര് ഈ മറ്റേ അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോയതാ, ചെന്നൈയിലെവിടെയും പോയതാ. ഇവരെല്ലാം കൂടി ഇരുന്നിട്ട് ഒറ്റ തൊഴിൽ കൃഷ്ണ ഭഗവാനെ. മനസുഖമെങ്ങു പോയി, എനിക്കില്ല ശാന്തി തെല്ലും, നിമിഷ സുഖം നുകരാ, കരളിനു ദാഹമെന്നും, അടച്ചൊരു കോട്ട പോരാ, ഹൃദയത്തിൻ വാതിലെന്നും, എളിയവർ വന്നിടുമ്പോ തിരക്കിൻ്റെ ഭാവമെന്നും, ഈശോ പറയൂ നീ ഞാൻ യോഗ്യനോ? യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ, അടിയനിൽ യോഗ്യതയ എന്തു കണ്ടു നീ? കിഡ്സിനെയൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരു യങ് ഹുഡിനെ, ചൈൽഡ്ഹുഡിനെ മെമ്മറബിൾ ആക്കിയ മനുഷ്യരാണ് നിങ്ങളൊന്നും പലർക്കും അറിയുണ്ടാവില്ല. ഇപ്പോ കൈലാസനാഥനാണെങ്കിലും മഹാഭാരതത്തിലെ ശകുനിയും കൃഷ്ണനും, ഹാപ്പി ഡേയ്സിലെ ടൈസനും ഒക്കെയാണ് ഈ ഇരിക്കുന്നത്. അപ്പോ അന്ന് പറയാൻ പറ്റിയിട്ടില്ല, അന്ന് അറിഞ്ഞിട്ടില്ല. ഇന്ന് ആ കഥാപാത്രങ്ങൾ ഓർക്കുമ്പോൾ ആ കഥാപാത്രങ്ങൾ മലയാളക്കരയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ചർച്ചാ വിഷയമായ ആ ഒരു ദിവസങ്ങളൊക്കെ ഓർക്കുമ്പോ എങ്ങനെയാണ്? ഞാൻ ഹാപ്പി ഡേയ്സിൽ തുടങ്ങാം. ഞാൻ ഈ കുട്ടികൾക്ക് ആക്ടിങ്ങും ഡബിങ്ങിന്റെ ഒക്കെ ക്ലാസ്സും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് ഡബിങ് ചില സാധനങ്ങൾ. അപ്പോൾ ചില തിയേറ്റർ വർക്ക്ഷോപ്പൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ ഈ കഥാപാത്രങ്ങളെ കുറിച്ച് പറയും. അപ്പൊ അവരിങ്ങനെ വണ്ടറായിട്ട്, സാറാണോ ചേട്ടനാണോ ഈ ടൈസൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് നമ്മളോട് ഉണ്ടാവുന്ന ഒരു ഭയങ്കരമായ ഒരു ആരാധനയുണ്ട്. അത് ഞാനിങ്ങനെ കണ്ണിൽ കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ പറയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ കാണുമ്പോൾ തന്നെ. പല സ്ഥലത്തും പോകുമ്പോഴും ഇത് ഞാൻ അവതരിപ്പിക്കാറുണ്ട് ഇങ്ങനെയാണെന്ന്. കാരണം ടൈസൺ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് തന്നെ ഒരു രസമുണ്ടല്ലോ. കെയറിങ് ആയിട്ടുള്ള ഒരു ഇഷ്ടം തോന്നുന്ന, സീനിയേഴ്സിനെ പ്രേമിക്കുന്ന, ഇപ്പോഴും ചിലപ്പോൾ നമ്മൾ ഇത് ചെയ്യാണ്ട് സ്ലാബ്സ് എന്ന് വിളിക്കുന്നുണ്ടല്ലോ, ഒരു സ്ലാബ്സ് എന്നൊരു വിളിയുണ്ട് അദ്ദേഹത്തിന്. അതൊരു ഈ പറഞ്ഞ പോലെ ഒരു മൊഴിമാറ്റ ചിത്രമാണ്. പക്ഷെ ആ സ്ലാബ്സ് എന്നൊരു വിളി ഈ പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കുന്ന ഒരു ആത്മാർത്ഥതയുണ്ട്. അത് തന്നെയായിരുന്നു എൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ആർക്കും അങ്ങനെ ഇപ്പൊ അറിയണമെന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ ഇങ്ങനെയാണല്ലോ, ഇപ്പൊ ഞാൻ നമ്മൾ അടുത്തിരിക്കുമ്പോഴാണല്ലോ ചിലപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അറിയുന്നത്. പക്ഷെ ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ട്. അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്തും നമ്മളെ ഒരുപാട് പേര് വിളിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്, വിനോദ് അത് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ, നിങ്ങളുടെ സ്രാവ്സ് വിളി ഞാൻ ഒരിക്കലും മറക്കില്ല, ഒന്നുകൂടി വിളിക്കാവോ എന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ വിളിക്കും സ്രാവ്സ് സുഖല്ലേ. ഇത് ഇഷ്ടംപോലെ ആരാധന ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേരിൽ. ആ കഥാപാത്രത്തോടുള്ള സ്നേഹം, ഈ പറഞ്ഞ നമ്മളോടുള്ള നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു പെർഫെക്ഷന്റെ സ്നേഹം ടൈസൺ ഉണ്ടായിട്ടുണ്ട്. അതൊരു രസമുള്ള ഇതാണ്. ഈ പറഞ്ഞ പോലെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള ഏരിയയാണ്. മഹാഭാരതത്തിലേക്ക് വരുമ്പോ ശകുനിയാണ് അതിന്റെ ഒരു രസമാണ്. അതൊരു രസമാണ്. ഈ പറഞ്ഞ പോലെ ഞാനത് എന്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഒരിക്കലും ഈ ആനന്ദവല്ലി ചേച്ചി ഞാനത് എഴുതിയിട്ടുണ്ട്. ആനന്ദവല്ലി ചേച്ചി ഉണ്ടല്ലോ, ഡബിങ് ആർട്ടിസ്റ്റ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പകരം വെക്കാനില്ലാത്തൊരു അവരെന്നെ ഒരു ദിവസം വിളിച്ചു. ഈ പറഞ്ഞ പോലെ അവരൊന്ന് ബെഡ് റിട്ടേൺ ആണ്, പറഞ്ഞ പോലെ കടുപ്പിലാണ്. അപ്പൊ അവരെന്റെ അടുത്ത് വിളിച്ചിട്ട് ഫോൺ ചെയ്യാൻ, ഞാൻ സുഖമില്ലാണ്ട് കെടുക്കുകയാണ്, പക്ഷെ എനിക്ക് ഈ ശബ്ദം, ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരിയൽ മഹാഭാരതമാണ്.
അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ശകുനിയുടെ ശബ്ദം അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഇത് ആരാണ് ചെയ്തെന്നുള്ള ജിജ്ഞാസ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നമ്പർ തപ്പിയെടുത്താണ് വിനോദിനെ വിളിക്കുന്നത്. ഞാൻ ഷോക്ക്ഡാണ്. കാരണം ഇങ്ങനൊരു ആന്തൂരി ചേച്ചി നമ്മൾ വിളിക്കാന്ന് പറയുന്ന സാധനമുണ്ടോ? ചേച്ചിയാണത് വാക്കുകൾ ഉപയോഗിക്കുകയാണ് നമ്മളെ, അല്ലെ? നമ്മളിങ്ങനെ വിനോദ് ബ്യൂട്ടിഫുൾ ആണ്, അത്ഭുതമാണ്, ഇങ്ങനെ ഒരു സാധനം ഭയങ്കര രസമാണ്, നിങ്ങളുടെ വോയിസിന്റെ സാധ്യത ഭയങ്കര രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മഹാഭാരതത്തിലെ ആ സീരിയലിൽ തന്നെ യുധിഷ്ഠിരനും ഞാൻ തന്നെയാണ് ശബ്ദം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ചേച്ചി അപ്പൊ കുറച്ചും കൂടി അതായത് ഒരു കഥാപാത്രത്തിന്റെ എക്സ്ട്രീം വില്ലൻ മഹാഭാരതത്തിലെ ഭയങ്കര അല്ലെ സോഫ്റ്റ് മൈൻഡ് ആയിട്ടുള്ള യുധിഷ്ഠിരൻ, ഈ രണ്ട് കഥാപാത്രത്തിന്റെ ഒരു എക്സ്ട്രീം ഉണ്ടല്ലോ, ഇത് രണ്ടും ഒരാളാണ് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ആനന്ദവല്ലി ചേച്ചി ഇതാവുകയാണ്. എനിക്ക് അതിനേക്കാൾ വലിയൊരു അവാർഡ് ഇല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്താണ് ഇവിടുന്ന് നേടിയ അവാർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇത് തന്നെ പറയും. ആനന്ദവല്ലി ചേച്ചി വിളിച്ചിട്ടുള്ള എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു മുഹൂർത്തം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. സോ ഇത് ഈ പറഞ്ഞ പോലെ രണ്ടും എക്സ്ട്രീം എനർജിയാണ് കൊടുത്തിരുന്നത് അല്ലെ അന്ന്, അല്ലെ? നമ്മള് നമ്മുടെ ഉള്ളൊരു വിളി ഉണ്ടല്ലോ, ഭയങ്കര ഈ സ്രാവ്സ് പോലെ. ഭയങ്കര ആരാധന. ഞാൻ അതിനോട് ചേർത്ത് വെച്ചൊരു കാര്യം ചോദിക്കുകയാണ്. ഈ ശകുനി എന്ന് പറയുന്ന കഥാപാത്രങ്ങള് മഹാഭാരതം ഈ സീരിയൽ വരുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് പല പുരാണ സിനിമകളിലായിട്ടും അല്ലാത്ത സീരിയലുകളിലായിട്ടും. പക്ഷെ ഒരു പ്രത്യേക ഡയലക്ട് എവിടെയും ഡിഫൈൻഡ് ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ മഹാഭാരതത്തിലാണ് ശകുനിക്ക് കൃത്യമായിട്ടൊരു ഡയലക്ട് വന്നത്. അപ്പൊ ആ ഒരു കാര്യം എങ്ങനെ സ്വന്തമായിട്ടുള്ള ഒരു ഐഡിയ ആണോ? അതിന്റെ പിന്നിൽ എനിക്ക് തോന്നുന്നു ഞാൻ ബേസിക്കലി ഒരു തിയേറ്ററിൽ നിന്നാണല്ലോ വന്നിരിക്കുന്നത്. തിയേറ്ററിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഡ്രാമാറ്റിക് ആയിട്ട് ഇതുപോലത്തെ കഥാപാത്രങ്ങൾ ഇത്തരം സാധനങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. അറിയാലോ, ഒരു ഡ്രാമയുടെ ഒരു സ്വഭാവം അറിയാലോ, കുറച്ച് എക്സാജറേറ്റഡ് സ്വഭാവമുള്ള ഇത്തരം കഥാപാത്രങ്ങൾ ഒരുപാട് ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. അത് വേറൊരു സ്റ്റോറി ഒരുപാടുണ്ട് പറയാൻ. സോ അതിന്റെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് എനിക്ക് ഉണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട് ഈ സാധനം. അത് തിരിച്ചറിയാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അത് ആരാണോ ചെയ്യിച്ചെന്നുള്ളത്, ഇപ്പൊ സിജി മാം എന്നൊക്കെ പറഞ്ഞിട്ട് തൻവി മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നൈയിൽ ഇതുണ്ട്, അവരൊക്കെ നമ്മളെ തിരിച്ചറിയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇത് വിനോദ് ചെയ്താൽ ഇത് ഭംഗിയാകുമെന്ന് പറഞ്ഞൊരു അവരുടെ ഒരു തിരിച്ചറിവുണ്ട്, ഇത് നമുക്കൊരു തിരിച്ചറിവുണ്ട്, ഇത് ചെയ്യാമെന്നുള്ള സാധനം. പിന്നീട് അവർ തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. ആദ്യം കുറച്ച് സംഭവം നമുക്കിങ്ങനെ ഇതിങ്ങനെ പോവാം ഇങ്ങനെ പോവാന്ന് പറയുന്നല്ലാതെ ബാക്കി എല്ലാം നമ്മളാണ് അതിനെ ആക്ടർ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ള സാധനം രസകരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ വോയിസിന് ഇങ്ങനെ ഒരു ഡെപ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പുത്ര എന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു അതിനകത്തൊരു ഒരു ഡെപ്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു വെള്ളി വീഴ്ച വിളിയുടെ ഒരു ഡെപ്ത് ഉണ്ടല്ലോ. ഈ സാധനമൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. അത് ഭയങ്കര രസകരമാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ എൻജോയ് ചെയ്യാണല്ലോ. ഓരോ ഇത് കഴിയുമ്പോൾ എപ്പിസോഡ് കഴിയുമ്പോൾ എത്ര എപ്പിസോഡുകളാണെന്ന് അറിയോ? അത് എപ്പിസോഡുകൾ കഴിയുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ്. പിന്നെ നമ്മൾ കൂടുതൽ ഇതുപോലെ നമുക്ക് കോള് വരുന്നു, രസമുണ്ട്, അപ്പൊ നമ്മൾ കുറച്ചുകൂടി പ്രോത്സാഹനം അറിയിക്കുന്നുണ്ട്. സോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളാണ്. ഈ മോഡുലേഷൻ അല്ലെങ്കിൽ ഈ വേരിയേഷൻ എന്നൊക്കെ പറഞ്ഞ് അവരുടെ കോൺട്രിബ്യൂഷൻ ഇല്ലായിരിക്കുന്നില്ല, അവർ കൃത്യമായിട്ടൊരു സാധനം പറയും. പക്ഷെ ഇതിന്റെ ഒരു ഡെപ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരുപാട് വ്യത്യാസമുണ്ട്. അതെ, ഹിന്ദി വേർഷൻ കേട്ടിട്ടുണ്ട്. അതിലും കുറച്ച് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുണ്ടെങ്കിലും പക്ഷെ ഡയലക്ട് മോഡുലേഷൻസ് ഇല്ല. മലയാളത്തിൽ നമ്മൾ ബിലീവ് ചെയ്യുന്നു, നമ്മുടെ അങ്ങനെയുള്ള പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു സ്കില്ലിൽ ബിലീവ് ചെയ്യാന്ന് പറയുന്ന സാധനം അല്ലെ. അപ്പൊ അതിന്റെ ഒരു നമ്മുടെ ദുര്യോധന, കൃപാചാര്യർ, ദ്രോണാചാര്യർ, വിദുരർ എല്ലാവർക്കും വസുദേവൻ കൃഷ്ണനെ ഭയമാണ്. പക്ഷെ എന്നാൽ ഈ ശകുനിക്ക് വസുദേവൻ കൃഷ്ണനെ തികച്ചും ഭയമില്ല. ശരിക്ക് മഹാഭാരതം ചെയ്യുന്ന സമയത്ത് ഞാനും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങള് ചെയ്യുന്ന എനിക്ക് ആരാധന തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു മോഡുലേഷനും. അദ്ദേഹം ഈ ശകുനി ചെറിയ ഉണ്ടല്ലോ ഉള്ളത്, അദ്ദേഹത്തിന്റെ ഒരു കുരിഷ്ട സ്വഭാവവും എല്ലാം ഇതില് സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അല്ല, തിയേറ്ററാണ് ബേസ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് കഥാപാത്രങ്ങൾ ഞാൻ പറഞ്ഞു അതുപോലെ ചെയ്തു പോയ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര രസകരമായിട്ട് ഇപ്പൊ അതിനേക്കാൾ അത്ഭുതപ്പെടുന്ന സാധനമാണ് നാരായണത്ത് ഭ്രാന്തന്റെ ക്യാരക്ടർ. പറയിവറ്റ പന്തിരുകുലം എന്ന് പറഞ്ഞൊരു സീരിയൽ ടിവിയില്, അതിൽ നാരായണത്ത് ഭ്രാന്തന്റെ ക്യാരക്ടർ ഞാനാണ് ഡബ് ചെയ്യുന്നത്. ഏകദേശം 10-50 എപ്പിസോഡ് തീർന്നു പോകേണ്ട ഒരു കഥാപാത്രത്തെ അവസാനം വരെ കൊണ്ടുപോകണം. ആ എപ്പിസോഡ് സാധനം ഒരു 1000 എപ്പിസോഡിലേക്ക് കൊണ്ടുപോകണം. ഇത് ഭയങ്കര ആ കാലത്ത് നാരായണത്ത് ഭ്രാന്തന്റെ വോയിസ് എന്ന് പറഞ്ഞാൽ അത്രയും ഇത് കിട്ടിയിരുന്നു, ഡെപ്ത് ഉണ്ടായിരുന്നു. അത് ഇതിന്റെ വേറൊരു വേർഷനാണ്. ഇതുപോലെ തന്നെ വിളിക്കുന്ന ചില സാധനങ്ങളാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില മോഡുലേറ്റ് ചെയ്തിട്ട് എക്സ്ട്രീം പിച്ചൊക്കെ പോയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. അത് ഭയങ്കര രസകരമായിട്ട് ഇത് പോയിരിക്കുന്ന ഒരു സാധനമാണ്. ഈ തിയേറ്ററാണ് എന്ന് ഞാൻ പറയാം. മഹാഭാരതത്തിൽ എനിക്ക് ശരിക്കും എന്നെ വൈഡാക്കിയ ഒരു ഇതാണ് കൃഷ്ണന്റെ വോയിസ്.
ഈ ആക്ച്വലി ഞാൻ മഹാഭാരതം തുടങ്ങുന്ന സമയത്ത് ഡബിങ്ങിലേക്ക് വെച്ച് വയ്ക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് എന്നെ പക്ഷെ മഹാഭാരതത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ആ സൗണ്ടിലാന്നുള്ളതാണ് ഏറ്റവും വലിയ. അതെ അതെ അല്ലേ? അത് പിന്നെ കേരളത്തിലെ ദൈവത്തിന്റെ ശബ്ദമായിട്ട് അതെ, കേരളത്തിലെ ദൈവത്തിന്റെ ഒഫീഷ്യൽ ശബ്ദമായി. അതെ, വിഷുവിന് എനിക്ക് തന്നെ എന്റെ ഫ്രണ്ട്സ് അയക്കും കൃഷ്ണന്റെ ആ ഒരു മെസ്സേജ് എനിക്ക് തന്നെ അയക്കും. വിഷു സമയത്താണ് ഈ മെസ്സേജ് കൂടുതൽ. വിഷു ഒരു കൃഷ്ണൻ ഒരു ശ്ലോകം പറഞ്ഞിട്ട് അതിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, അത് എനിക്ക് തന്നെ അയക്കാറുണ്ട്. അത് കേൾക്കും, അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്നിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറയും, എടാ അത് ഞാൻ ചെയ്തതാണോ? നിന്റെ വയസ്സാണോ? ഇപ്പൊ കാണുമ്പോഴേ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയാക്കായിരുന്നു. കാരണം അന്ന് ഞങ്ങളൊക്കെ ഡബിങ്ങിലേക്ക് വരുന്ന ഒരു സമയം, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അത് ചെയ്തത്. ആക്ച്വലി ഞാൻ മഹാഭാരതത്തില് ഭീമന്റെ വോയിസ് ആണ് എന്നെ സെലക്ട് ചെയ്തത്. എനിക്കൊന്നൊരു 350 എപ്പിസോഡ് വരെ ഞാൻ ഭീമനാ ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏഷ്യനെറ്റ് ഈ പറഞ്ഞ കൃഷ്ണൻ ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്, തൊണ്ടയ്ക്ക് എന്നൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഏഷ്യനെറ്റ് പറഞ്ഞു കൃഷ്ണന്റെ വോയിസ് നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൃഷ്ണന്റെ വോയിസിലേക്ക് കൺവേർട്ട് ആവുകയത്. കൃഷ്ണൻ സീരിയസ് ആയിട്ട് വരുന്ന ആ സമയമാണല്ലോ. അന്നേരം കൃഷ്ണനിലേക്ക് കൺവേർട്ട് ചെയ്ത് ബാക്കിയുള്ള അവസാനം വരെയുള്ള എപ്പിസോഡ്സിൽ ഞാനാണ് കൃഷ്ണനായിട്ട് പോയത്. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത്, ഞാനൊരു പ്രാവശ്യം ചെന്നൈയിലാണ് അതിന്റെ ഡബിങ് നടക്കുന്നത്. അപ്പോൾ ചെന്നൈയിൽ ഡബിങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ തൻവി മീഡിയ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലുള്ള ഞങ്ങളൊക്കെ ഡബിങ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലമാണ്. ഞങ്ങളുടെ ഗുരുനാഥന്മാരെന്ന് പറയുന്നത് അവരൊക്കെയാണ്. തൻവി മീഡിയ, എറ്റേണൽ ക്രിയേഷൻസ് കൊച്ചിയിലുള്ള, അങ്ങനെ സജിത്തേട്ടൻ വത്സം ചേച്ചിയും ഈ സിജി മാം, ശ്രീമേനൻ, ഇങ്ങനെയുള്ള ആളുകളാണ് ഞങ്ങളെ. അതുപോലെ ജോളി ചേച്ചി, ശിവചേട്ടൻ, ഈ ഡബിങ് ഫിലിമിന്റെയൊക്കെ അജിത്തിന്റെ പടങ്ങളൊക്കെ ആദ്യമായിട്ട് എനിക്കൊരു ഹീറോ ക്യാരക്ടർ എന്നത് ഈ ജോളി ചേച്ചിയാണ് ഹീറോ. അപ്പം ഇവരെ ഈ തുടക്ക സമയമായിരുന്നു അത്. അപ്പൊ ഞാൻ ഈ ഡബിങ് ഞങ്ങൾ അവിടെ ഒരാഴ്ചത്തേക്ക് പോകും, എന്നിട്ട് കുറേ എപ്പിസോഡ്സ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ നിന്ന് വേഗം ബസ് കയറി ഈ റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ കയറി പോരുക. അപ്പം ചില സമയത്ത് അവിടെ ഒരു മാനേജർ മിനിയുണ്ട്, ഈ സിസ്റ്റർ ശ്രീചേട്ട സിസ്റ്റർ, പുള്ളിക്കാരി വിളിച്ചു, ബെനിച്ചാ ഞാൻ ട്രെയിനിൽ നമ്മൾ യാത്ര തുടങ്ങി, വിളിച്ചു മറ്റേ മഹാഭാരതത്തിൽ എത്ര എപ്പിസോഡ്? അപ്പൊ ഞാൻ മഹാഭാരതത്തിൽ എനിക്കൊന്ന് 20 എപ്പിസോഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം അവിടെ കണക്കെടുക്കുന്നതാണ്. അപ്പം ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു അമ്മച്ചി, ഇത്തിരി അത്ര ഓവർ പ്രായമല്ല, ഒരു റിട്ടയർഡ് കാലഘട്ടം. ഈ അമ്മച്ചി എന്തെങ്കിലും ഞാൻ മഹാഭാരതം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു. അപ്പൊ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ മഹാഭാരത അന്ന് ഹാത്തിം അങ്ങനെ കുറെ സീരിയൽസ് ഉണ്ട്. ഓരോന്നിന്റെയും കണക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം എന്നോട് എന്തോ ചോദിക്കാനിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഫോൺ വെച്ചു, ഈ ആന്റി ചോദിച്ചു, മഹാഭാരതത്തിൽ എന്താ ചെയ്യണേ? ഞാൻ പറഞ്ഞു, ഞാൻ ലബി എന്ന ആളാണ്. ആർക്കാ? ഞാൻ കൃഷ്ണ. ഓ ഭഗവാനെ. അവര് അപ്പൊ ആ ഇപ്പുറത്തിരിക്കുന്ന കുറെ ടീച്ചേഴ്സ്, റിട്ടയർഡ് ടീച്ചേഴ്സാ. അവര് ഈ മറ്റേ അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോയതാ, ചെന്നൈയിലെ പോയതാ. ഇവരെല്ലാം കൂടി എഴുന്നിട്ട് ഒറ്റ തൊഴിൽ കൃഷ്ണ ഭഗവാനെ. ഒരു വോയിസ് ആർട്ടിസ്റ്റിനെ അത്രയും കൂടി ചെയ്യണമെങ്കിൽ ആ നടനെയൊക്കെ കണ്ടാൽ എന്തായാലും അല്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. കൈലാസനാഥനിലെ ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കുടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാല് നമ്മള് ഈ ഡബിങ് ആർട്ടിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ സമയത്ത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം എന്നാലും പോയി, കാരണം എല്ലാവരും എഴുന്നേറ്റ് തൊഴുന്നു, പെട്ടെന്ന് എല്ലാരും നോക്കുന്നു. അപ്പൊ ഞാൻ ഓക്കെ. അത് കഴിഞ്ഞ പിന്നെ എന്റെ പേര് ചോദിച്ചു, ബെന്നി ക്രിസ്ത്യൻ. അപ്പൊ പറഞ്ഞു ആ ക്രിസ്ത്യാനിയാണ്. അപ്പൊ പിന്നെ അവർക്ക് ചെറിയൊരു പറഞ്ഞു ഭഗവാൻ എന്ത് ജാതി എന്ന് പറഞ്ഞു. അപ്പൊ അത് സന്തോഷമായി. പിന്നെ അവര് ആ ട്രെയിൻ യാത്ര കഴിയുന്നവരെ അവരുടെ കയ്യിലുള്ള ഫുഡ് എന്തെടുത്താലും എനിക്ക് തരും. രാത്രി ഫുഡൊന്നും വേണ്ടി വന്നില്ല, വേറെ വാങ്ങിക്കേണ്ടി വന്നില്ല. കറക്റ്റായിട്ട് അവരെല്ലാം തന്നു. ഇങ്ങ് പോരുന്ന വരെ ഞാൻ ഭയങ്കര രാജാവായിട്ട്. സാരോപദേശം ഗീതോപദേശം പറയിപ്പിച്ചിരുന്നു, എന്തെങ്കിലും ഡയലോഗ്സ് ഒക്കെ പറയിപ്പിച്ചു? ഇല്ലില്ല, അവർക്ക് എന്റെ വിശേഷങ്ങളാണ് അറിയേണ്ടത്. ഇതൊക്കെ അവര് സ്ഥിരമായിട്ട് കാണുന്നതായി മഹാഭാരതേ. അപ്പൊ അവർക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ പോകുന്നത്, എവിടെന്നാ പഠിച്ചത്, ഇത് സ്ക്രിപ്റ്റ് വെച്ചാണോ, ഇതൊക്കെ വായിക്കുന്നത് മറ്റേ ഭഗവത്ഗീത എടുത്തു വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും അതെ. ഗീതോപദേശത്തിന്റെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർജുനൻ ചോദിക്കും, നമുക്കൊന്നും മനസ്സിലായില്ല മാധവ. പിന്നെ ഞാനങ്ങ് തുടങ്ങിയിട്ട് അപ്പൊ ഈ ശ്ലോകം ഹിന്ദിയിൽ പാടിയിരിക്കുന്നത് നമ്മൾ അതുപോലെ പാടിക്കഴിഞ്ഞാൽ മലയാളത്തിൽ വെക്കൂല. അപ്പൊ ഞാൻ മഹാഭാരതം അവിടെ ഉണ്ടായിരുന്നു, അതെടുത്തു വെച്ച് ആ ശ്ലോകം കണ്ടുപിടിച്ച് ആ ശ്ലോകം വായിച്ച് പഠിച്ചിട്ടാണ് ഞാൻ അത് ചെയ്തത്. അല്ലെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ജനങ്ങൾ അറിയേണ്ടതല്ലേ. ചിലപ്പോൾ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പറയാം, പക്ഷെ ഇതിന്റെ ഒരു കൗതുകമാണല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ ഒരു വോയിസ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇതൊന്നും പുറത്തേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവങ്ങൾ പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അറിയുന്നില്ല.
അത് തന്നെയാണ് അതിന്റെ ഒരു ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം. ഇത് കുറച്ച് ആൾക്കാർ അറിയേണ്ടതാണെന്നുള്ളൊരു സന്തോഷമുണ്ട്. അത് തന്നെയാണ് സുഖം എന്ന് പറഞ്ഞത്. പണ്ടൊരിക്കൽ അതുപോലെ ഈ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജിസ് ജോയ് ഡയറക്ട് ചെയ്യുമ്പോൾ മൈക്കിലൂടെ മറ്റേ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്ത് ആളുകൾക്ക് അല്ലു അർജുൻ വന്നു പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതുപോലെ ഈ സൗണ്ട് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റിയ അതുപോലെ എന്തെങ്കിലും ഓർമ്മ ഉണ്ടാവും? ഇൻസിഡന്റ് പലപ്പോഴും നമ്മള് ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ചില ആളുകൾ ഇങ്ങനെ ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഒരു പരിചയമില്ലാത്തൊരു ക്രൗഡിൽ നമ്മൾ പോയിരിക്കും, ഈ ശബ്ദം ഞങ്ങൾ എവിടെ കേട്ടു. അപ്പൊ ഞങ്ങൾ ഒരു ഈ എനിക്ക് തോന്നുന്ന ഒരു ഇതുപോലെ ഒരു ഇവന്റ് ആണ്, ഈ അവാർഡ് ഷോ പോലെ ഒരു ഇവന്റ്. അപ്പൊ ഞങ്ങൾ 3-4 പേര് ഒന്ന് വർത്താനം പറയാ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഡബിങ് ആർട്ടിസ്റ്റുകളാണ്. എല്ലാവരും ഒന്ന് വർത്താനം പറയുന്ന ഞങ്ങളുടെ ചുറ്റും 2-3 പേര് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ അജിത്തിന് ഡബ് ചെയ്യുന്ന ആളല്ലേ? അതെ. ഈ ശബ്ദം ഞാൻ കേട്ട് ഞാനിങ്ങനെ ഇത് പിടിക്കുക, അതാണോ എന്ന് പിടിക്കുമായിരുന്നു എന്ന് പുള്ളി പറയാം. അങ്ങനെ തിരിച്ചറിയുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ശബ്ദം പലപ്പോഴും. പിന്നെ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു വോയിസ് ആയിരിക്കില്ല. കുറച്ചൊന്ന് ആ കഥാപാത്രത്തിന് വേണ്ടി ഒന്ന് ട്വിസ്റ്റ് ചെയ്യും. ഇപ്പം ഈ യദുവണ്ണൻ പോലും, നമ്മുടെ ഈ സൂഫ്രം സോയിലെ യദുവണ്ണൻ പോലും എന്റെ ഈ വോയിസിൽ ഞാൻ ചെയ്തിട്ടില്ല. അതിനൊരു വേറൊരു വോയിസ് എന്തായാലും അതിനകത്ത് ഉണ്ട്, പക്ഷെ എന്നാലും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ ആ ക്യാരക്ടറിനോട് ചേരുന്ന രീതിയിൽ നമ്മുടെ ശബ്ദത്തെ ഒന്ന് ക്രമീകരിക്കും. അത് ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇപ്പൊ ബേസ് കൂട്ടേണ്ടതാണെങ്കിൽ നമ്മൾ ബേസ് കൂട്ടി ചെയ്യും, അല്ലാത്തതാണെങ്കിൽ ബേസ് കുറച്ച്, പയ്യനാണെങ്കിൽ പയ്യന്റെ രീതിയിൽ നമ്മൾ ശബ്ദം കുറച്ച്. ശ്രീകൃഷ്ണൻ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും ഡയലോഗ്സ് വല്ല ഓർമ്മയുണ്ട് അന്നത്തെ? ശ്രീകൃഷ്ണന്റെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗ് തന്നെ വേണമല്ല, എന്തായാലും ആ ഒരു സാധനം കിട്ടാനായിട്ട് വീണ്ടും ഓർമ്മിക്കുമ്പോ ഒരു ഇപ്പൊ നമ്മുടെ ഒരു പുതിയ മഹാഭാരതം വരാൻ പോകുന്നുണ്ട്. അത് ഗ്രാഫിക്സ് ഒക്കെ ചെയ്തൊരു പുതിയൊരു മഹാഭാരതം വരുന്നുണ്ട്. അതിലും കൃഷ്ണൻ ഞാൻ തന്നെയാണ്, കുരുക്ഷേത്ര എന്ന് പറഞ്ഞത്. റിയലി നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. അത് കൃഷ്ണൻ തന്നെയാണ് സെലക്ട് ചെയ്തത്. എനിക്ക് പുരാണ കഥാപാത്രങ്ങളില് വിഷ്ണു, ശിവൻ, ഈ കൃഷ്ണൻ ഇങ്ങനെയുള്ള വോയിസുകൾ ഇവിടെ പുരാണ സീരിയലുകളിലൊക്കെ മിക്കവാറും ഫേമസ് ആയിട്ടുള്ള എല്ലാ സീരിയലിലും ഈ ദൈവങ്ങളുടെ ശബ്ദം സെലക്ട് ചെയ്യാറുണ്ട്. പ്രധാനപ്പെട്ട ദൈവങ്ങളുടെ ദൈവികമായ ഗായകരായതുകൊണ്ട് ഇവരുടെ വോയിസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ അതിന്റെ ഒരു സുഖം ദൈവങ്ങളുടെ സ്പിരിച്വൽ സ്വഭാവം ഉണ്ടല്ലോ, അതിന്റെ സുഖം ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഡയലോഗ് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. ഉള്ളത് തന്നെ ലൈക്ക് ആ ഒരു മോഡുലേഷനിൽ ഒരു അർജുന, നമ്മുടെ സ്വാർത്ഥത നമ്മെ നാശത്തിലേക്ക് നയിക്കും. ചിന്തകളെ ത്വരിതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കൂ. അതാണ് സ്വാർത്ഥകമായതും. അങ്ങനെ പോകും ഡയലോഗ്. പെട്ടെന്ന് കിട്ടുന്നില്ല. മനസ്സിലായി. ഇതേ മോഡുലേഷൻ നമുക്ക് മറ്റേ വ്യത്യസ്തമായിട്ട് യദുവണ്ണനിലേക്ക് വരുമ്പോ അതെങ്ങനെയാണ് നമ്മള് അതായത് നമ്മള് ഈ മന്ത്രവാദിയെ കൊണ്ടുവരണമെന്ന് തീരുമാനിക്കണം. ഈ ഒരു അത് രസമാണ്. മറ്റേ പുരാണം എന്ന് പറയുന്നത് കുറച്ചുകൂടെ അച്ചടി ഭാഷയാണ്. പിന്നെ അതിനൊരു ഡ്രാമയുടെ സ്വഭാവമുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് വ്യക്തമായിട്ട് പറയണം. രണ്ടാമത് ഈ ഡ്രാമ കയറണം, ഒരു ടൂണും ഒരു ഇതൊക്കെ ഉണ്ട്. ആ ടൂണ് കൊണ്ടുവന്നാൽ മാത്രമേ ഇപ്പൊ ദൈവം വന്നിട്ട് നീ അങ്ങോട്ട് വരൂ, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, നാം പറയുന്നത് നിങ്ങൾ അനുസരിക്കൂ. എങ്ങനെ പറഞ്ഞാൽ അതിനൊരു ആധികാരികതയുണ്ട്, പിന്നെ ഒരു ദൈവികതയുണ്ട്. അത് രണ്ടും നമ്മൾ കൊണ്ടുവരണം ശബ്ദത്തിലേക്ക്. ഈ ബാസും പിച്ചും അങ്ങനെ ഒരു ടെക്നിക്കലി എങ്ങനെയാണ് ഈ ഒരു സൗണ്ടിനെ മേക്ക് ചെയ്തെടുക്കുന്ന ഒരു സാധനം? ടെക്നിക്കലി എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ടെക്നീഷ്യൻ കൂടി ആയിരുന്നല്ലോ. നല്ലൊരു സൗണ്ട് അല്ല, ഞാന് എറണാകുളത്തെ ഓൾമോസ്റ്റ് എല്ലാ സീനിയേഴ്സ് ആയിട്ടുള്ള ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ എനിക്കറിയാം. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഡബ്ബിങ് കണ്ടും കേട്ടും ഇവരുടെയൊക്കെ റെക്കോർഡിങ് ചെയ്തും ഇപ്പം ഇതിലിങ്ങനെ എല്ലാവരും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്കൊരു ഇൻട്രസ്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല, ഒരു ഇൻസ്പിറേഷനൊക്കെയാണ് ഇവരെല്ലാവരും. അപ്പോൾ നമ്മൾ ഓരോ ക്യാരക്ടറും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ദിവസത്തിൽ സീരിയൽസ് എല്ലാം നമ്മളിപ്പോൾ ഒരു വെബ് സീരീസ് ഉണ്ടാവും, സീരിയൽ ഉണ്ടാവും, കാർട്ടൂൺ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ സിനിമ ഉണ്ടാവും. അപ്പോൾ ഇന്നൊരു സമയം കഴിഞ്ഞിട്ട് അപ്പുറത്തെ സമയത്ത് വേറെ ക്യാരക്ടർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അത് അയാൾക്ക് വേറെ ടോണായിരിക്കും, വേറെ പിച്ചായിരിക്കും. അപ്പോൾ ഒരു ദിവസത്തിൽ നമ്മൾ പല ക്യാരക്ടറും ഡബ് ചെയ്യുന്നുണ്ട്. ചിലർ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഹീറോ ക്യാരക്ടറൊക്കെയാണ് മെയിൻ ചെയ്യുന്നത്. ഹീറോയും വില്ലനൊക്കെയാണ് ചെയ്യുന്നത്. വില്ലനാകുമ്പോൾ കുറച്ചുകൂടെ
അലറി കുറച്ചുകൂടെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ടോൺ ആയിരിക്കും. ഹീറോൺ കുറച്ചുകൂടെ സട്ടിലായിട്ട് സോഫ്റ്റ് ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ക്യാരക്ടർ കോമഡി ചെയ്യുന്നതാണെങ്കിൽ പല പല വേരിയേഷൻസിൽ നമ്മൾ വോയിസ് ചേഞ്ച് ആക്കുന്നുണ്ട്. അത് ഇപ്പം എൻ്റെ വൈഫൊക്കെ ഇടയ്ക്ക് പറയും, നിങ്ങളുടെയൊക്കെ എന്തൊരു ഭയങ്കര ഈസി ആയിട്ടുള്ള ജോബാണ് നിങ്ങൾക്ക്. പക്ഷെ ഡബ്ബിങ്ങിലോട്ട് വരുമ്പോൾ അത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഈ ജോബ് ചെയ്യാൻ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. മൈക്കിന് മുന്നിൽ അവർ ഇട്ടിരിക്കുന്ന അവരുടെ എക്സാക്റ്റ് ആയിട്ടുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് റിസ്കി ജോബ്. റിസ്കി പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കണം. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല ഡബ്ബിങ്. എല്ലാവർക്കും പക്ഷെ പുറത്തുനിന്നുള്ളവർക്ക് ഭയങ്കര അവർ പറയുന്നത് ഇത് ഈസി ജോബല്ലേ, നിങ്ങൾക്ക് എന്താണ് പോവുക, അവർ പറയുന്ന പോലെ പറയുക വരിക. പക്ഷെ അത് അതേ മോഡുലേഷൻസ് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഫീൽസിൽ ആ ഫീല് നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി എഫേർട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവരുടെ ടോൺ പിടിക്കണം, അവരുടെ പിച്ച് പിടിക്കണം, പിന്നെ അവരുടെ മീറ്റർ പിടിക്കണം. ഇപ്പോൾ ചിലർ ഭയങ്കര സ്ലോ ആയിട്ട് സംസാരിക്കുന്നവരുണ്ടാവും, വളരെ ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നവരുണ്ടാവും, ചിലർ ഭയങ്കര ഹൈ പിച്ചിൽ അപ്പോൾ ഹൈയിൽ സംസാരിക്കുന്ന ആള് നമുക്ക് ഡബ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഹൈ പിടിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ലോയിൽ സംസാരിച്ച് അഭിനയിക്കുന്ന ക്യാരക്ടർ ഏതായിരുന്നു? മധുര നമ്പരക്കാറ്റ്. അതിൽ ഒരു മധുര നമ്പരക്കാറ്റ് എന്ന് പറഞ്ഞ സീരിയൽ പോകുന്നുണ്ട്. അതിന്റെ ഒരു ക്യാരക്ടർ ഫുൾ ടൈം ഭ്രാന്താണ്. അപ്പൊ ഭ്രാന്ത് അങ്ങ് ചെയ്യാണ്. അതെ, എക്സ്ട്രീമായിട്ട് പുള്ളിങ്ങനെ അലറും. പുള്ളിക്ക് കഴിഞ്ഞ സി കേരളത്തിന്റെ ബെസ്റ്റ് വില്ലൻ അവാർഡ് അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന് ശബ്ദം കൊടുത്ത ഇദ്ദേഹമാണ്. അതെ അല്ലേ? ഏറ്റവും കംഫർട്ടബിൾ ആർക്ക് ഡബ് ചെയ്യാനാണ്? ഏത് ഹീറോയ്ക്ക് ഡബ് ചെയ്യാനാണ്? എനിക്ക് അങ്ങനെ നോക്കാറില്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ പറയുന്ന പോലെ അപ്പോൾ അവർ ഉണ്ടെങ്കിൽ അവർ പറയുന്ന പോലെ. ഇപ്പോൾ സീരിയലിലൊന്നും അങ്ങനെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടേഴ്സ് ഒന്നും ഇരിക്കാറില്ല. പൊതുവെ സിനിമയൊക്കെ ചെയ്യുമ്പോഴാണ് ഇരിക്കില്ല. അപ്പം അവർ പറയുന്ന പോലെ നമ്മൾ അവരാണല്ലോ അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് എന്താണോ അത് കൊടുക്കുക എന്നുള്ളതാണ്. സീരിയലിലൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടേതായിട്ടുള്ള എന്താ പറയുക ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്. അതും അവരില്ലെങ്കിലേ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ നമ്മൾ ചെയ്തു പോരുക എന്നുള്ളതാണ്. അങ്ങനെ ഈസി എന്ന് പറയാൻ പറ്റില്ല. അല്ല അങ്ങനെയല്ല, ഈ പറഞ്ഞ പോലെ ചേച്ചിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഈ ഡബിങ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ. ഞാൻ എന്റെ സ്വന്തം സ്ഥലം കണ്ണൂരാണ്. ഞാനപ്പോ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് വോയിസ് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെയായിരുന്നു. പക്ഷെ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയിലെ നമ്മുടെ ഈ ഫോണിലൊക്കെ ഐഡിയയുടെ ഒക്കെ ഇത് വരില്ലേ, നിങ്ങൾക്കായി നൽകുന്നു 2500 രൂപയുടെ ഫുൾ ടോക്ക് ടൈം ഓഫർ. ഇപ്പോൾ തന്നെ റീചാർജ് ചെയ്യൂ, ഈ ഓഫർ സ്വന്തമാക്കൂ. ഒരു കാലത്ത് കേൾക്കുമ്പോ അതെ, ഞാൻ ചെയ്യുന്ന സമയത്ത് എന്റെ അനിയൻ എന്റെ അടുത്ത് പറയാറുണ്ട്, ഇത് പറയുന്ന ആളെ നേരിട്ട് കിട്ടാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ടെന്ന്. അപ്പൊ അതിനുശേഷം ഞാൻ പിന്നെ കണ്ണൂര് ആകാശവാണിയില് കാഷ്വൽ അനൗൺസർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏഷ്യാനെറ്റ് റേഡിയോയില് RJ ആയിട്ട് വന്നു. അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിന് ഞാൻ വോയിസ് ഓവേഴ്സ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ നാട്ടില് കുഞ്ഞു കുഞ്ഞു ആഡ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സന്തോഷ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്. പുള്ളിയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, നിനക്കൊന്ന് ഡബിങ് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്നുള്ളൊരു ഇത് തന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ അവിടുത്തെ ജോലി വിട്ടിട്ട് ഇവിടെ എറണാകുളത്ത് ന്യൂ ഫിലിം സ്കൂളിൽ വന്നത്. എൻ്റെ സാറാണ് കേട്ടോ, എൻ്റെ ഗുരുവാണ്, ഡബിങ്ങിൽ എൻ്റെ ഗുരുവാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് തന്നെയാണ് എന്നെ എറ്റേണൽ ക്രിയേഷൻസ് സജിത്തേൻ്റെ സ്റ്റുഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ വോയിസ് ടെസ്റ്റിന് പോയി. അവിടെ ആദ്യം ചെയ്തത് ജസ്റ്റ് ഒരു ബിറ്റ് വോയിസ് ആയിരുന്നു ഒരു സീരിയലിന് വേണ്ടിയിട്ട് ചെയ്തത്. പിന്നെ ആ സീരിയലിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലെ നായികയ്ക്ക് ഡബ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് അവരുടെ അമ്മ മകൾ ഇത് വന്ന് അടുത്ത ജനറേഷൻ വന്നപ്പോഴത്തേക്കും അതിൽ വില്ലട്ടിക്കും ചെയ്തപ്പോൾ ശരിക്കും അതൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ വന്നതൊരു കറക്റ്റ് സമയത്തായിരുന്നു. ആ സമയത്ത് ഇവിടെ ലീഡിങ് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്നത് മീര ചേച്ചിയായിരുന്നു. ചേച്ചിക്ക് പെട്ടെന്ന് ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു. ഡബ് ചെയ്യാൻ പറ്റാണ്ടായപ്പോ ഫ്ലവേഴ്സിലായിരുന്നു 2 സീരിയൽസ്. അപ്പൊ ചാനലിന് പുതിയ വോയിസ് വേണമെന്ന് പറഞ്ഞു. ആ സമയത്തായിരുന്നു ഞാൻ വോയിസ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടായത്. അങ്ങനെയാണ് ആദ്യം തന്നെ എനിക്കൊരു ഹീറോയിൻ ചെയ്തിട്ട് തുടരാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഹീറോയിൻ ചെയ്ത് പിന്നെ ഇപ്പൊ വരുന്നത് എല്ലാം വില്ലത്തികളാണ്. കംപ്ലീറ്റ് വരുന്നത് മൊത്തം വിളിക്കുമ്പോൾ തന്നെ ചേച്ചി ഒരു വില്ലത്തി ക്യാരക്ടർ ഉണ്ട് തരട്ടെ, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമുക്കറിയാലോ സീരിയൽസിൽ എന്ന് പറയുമ്പോൾ ഹീറോയിൻസ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും സങ്കടവും പരിപാടിയും. പക്ഷെ വില്ലത്തി എന്ന് പറയുമ്പോൾ നമുക്ക് പല സ്റ്റേജിൽ നമുക്ക് പോവാം. അവർക്ക് വിഷമം ഉണ്ടാവും, അവര് ഭയങ്കര ചൂടാകും, അവര് സന്തോഷം, എല്ലാ ഇമോഷൻസിലും നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൗണ്ട് ഒരു ഗ്രോത്ത് ഭയങ്കര ഈ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്.
അപ്പൊ എനിക്ക് കരച്ചില് പെട്ടെന്ന് കരയും ഞാൻ. വെറുതെ എനിക്ക് ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത കണ്ടാൽ ഞാൻ ഇരുന്ന് അന്നത്തെ ദിവസം മൊത്തം ഞാൻ കരയുന്ന ആളാണ്. പക്ഷെ നേരെ മറിച്ച് റൊമാൻറ്റിക് ആയിട്ട് ഒരു സജിതേട്ടനൊക്കെ ഇടയ്ക്ക് പറയും, ഞാൻ എന്റെ ലവ് മാരേജ് ആയിരുന്നു കേട്ടോ, 12 വർഷമൊക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് ഇതാണ് നിന്റെ റൊമാൻസ് എന്ന് ചോദിക്കും. എനിക്ക് തീരെ വരില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് റൊമാൻസ് ഒക്കെ വരാൻ വേണ്ടി, ഒരു ചമ്മലം ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പൊ മാറി. ഇപ്പൊ ഈ നെറ്റ്ഫ്ലിക്സ് ആമസോൺ വെബ് സീരീസ് ഒക്കെ അതൊക്കെ ഇപ്പൊ ഏകദേശം സെറ്റായി. ഈ ഐഡിയയുടെ പറഞ്ഞ പോലെ ഇതുപോലെ ഓർത്ത് വെക്കുന്ന മുമ്പ് ചെയ്തിട്ടുള്ള ആഡ്സ് ഒക്കെ ഏതായിരിക്കും? കുറച്ച് ഡയലോഗ്സ് പെട്ടെന്ന് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതെ, സൂലയുടെ ഡയലോഗ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല, എന്നാലും അമ്മ പോയതിനു ശേഷം ഞാൻ എങ്ങനെയാ ജീവിക്കുന്നത് നമുക്ക് അറിയോ. ചെറിയ വീട്ടിൽ വരും, തേങ്ങയെല്ലാം ഇട്ടുകൊണ്ട് പോയി വിൽക്കും, അരി വാങ്ങിക്കൊണ്ടുവരും. പിന്നെ ആളുടെ സ്വഭാവം എനിക്ക് അറിയാലോ, അത് പിന്നെ കൂടി. ഇതാണല്ലോ ഇതാണ് പറയുന്നത്, നമ്മൾ ഇതാണ് പറയേണ്ടത് അല്ലെ? സൂല, അതാ ഞാൻ സൂലിന്റെ അടുത്ത് പറയാൻ ഡയലോഗ് ഓർമ്മ കേട്ടാന്ന് അറിയോ, ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്ത് നമുക്ക് ഇപ്പോഴത്തെ റീലിന്റെ പ്രശ്നം, നമുക്ക് ഓർമ്മശക്തി നശിക്കുന്നത് റീലിനെ കണ്ടുകൊണ്ട് പോകുന്നത് തന്നെയാണ്. ക്യാരക്ടേഴ്സ് ഇഷ്ടംപോലെ നമ്മൾ ചെയ്തു പോകുമ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ വിട്ടുപോകണം, അത് സ്വാഭാവികമാണ്, നമ്മൾ മറന്നു പോകണം. പക്ഷെ ഇപ്പൊ നമ്മളൊരു ഇത് വേദി ഇതായതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, അത് വിഷയമല്ല, എന്താ അതിന്റെ ഒരു ഇമോഷണൽ സാധനം കിട്ടുക എന്നുള്ള സാധനം ഉണ്ടല്ലോ, അതൊരു സുഖമാണല്ലോ എന്നുള്ളത് പറഞ്ഞാൽ ഭയങ്കര രസം ഉണ്ടായിരുന്നല്ലോ, അത് തന്നെ ഇങ്ങനെ തന്നെയായിരുന്നല്ലോ എന്നുള്ള സാധനം. ഈ ഡബ്ഡ് വേർഷൻ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒറിജിനൽ ക്രൂവിൽ നിന്നുള്ള ആരെങ്കിലും വിളിക്കുകയോ മറ്റു ചെയ്തിരുന്നോ? സതീഷ് ചേട്ടനായിട്ട് അദ്ദേഹം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, സാറ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ അദ്ദേഹം റീൽസിൽ ഇപ്പൊ ആര് ഇതിനു വേണ്ടി ഒരു പ്രൊമോഷൻ ചെയ്താലും അദ്ദേഹം ഒന്ന് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം ഭയങ്കര ഡബിങ് ആർട്ടിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. നേരത്തെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പും 1-2 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം സിനിമയ്ക്ക് ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങളെയും വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് തിയേറ്ററിൽ പോയിട്ടുമുണ്ട്, ഈ സിനിമയുടെ പ്രൊമോഷൻ, ഐ മീൻ ബിഗിനിങ് ഷോസ് അങ്ങനെ പോയിട്ടുണ്ട്. അദ്ദേഹം നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ പ്രീമിയർ ഷോയ്ക്ക് ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നു. അപ്പോ അന്ന് അവിടെ രാജ് സാർ ഉണ്ടായിരുന്നു, ഈ ഡയറക്ടർ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഷമീൽ ഗൗതം ക്യാരക്ടർ ചെയ്ത, അപ്പൊ അവര് ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഇന്റർവെലിന്റെ സമയത്ത് ഞങ്ങൾ ജസ്റ്റ് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഇതിന്റെ മലയാളം ഡബിങ്ങിന്റെ ഭാഗമാണെന്ന്. അപ്പൊ അവർ വേഗം എണീറ്റ് കൈയൊക്കെ തന്നു. പടം കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാമെന്നുള്ള ഇതിൽ പോയത്. അപ്പം രാജാറിനെ കണ്ടപ്പോൾ തന്നെ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓടി വന്ന് ഒരു ഫോട്ടോ ചോദിച്ചില്ല, പറഞ്ഞിട്ട് പുള്ളി വേഗം വന്ന് സെൽഫി ഒക്കെ എടുത്ത്. എല്ലാവരും അതെ, ഷനീൽ സാറൊക്കെ എടുത്തു ചോദിച്ചു പുള്ളിക്ക് ഡബ് ചെയ്തത് ആരാന്നുള്ള ചോദിച്ചു. അതുപോലെ സതീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഡബ് ചെയ്ത് ആരാന്നൊക്കെ ചോദിച്ചിട്ട് അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു അവരുടെ ഈ ഡയറക്ടറുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ആലോചിച്ച് നോക്കണം. അത് ഭയങ്കര രസമാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ രവിയണ്ണന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയാം. രവിയണ്ണൻ ഭയങ്കര ബൾക്കി ഒരു അല്ലെ തടിയനായ മനുഷ്യനാണ്. വേറെ ഏതൊരു ഡയറക്ടറോ അല്ലെങ്കിൽ ആരാണെങ്കിലും ഈ തടിയൻ എന്നുള്ള ഒരു സാധനം വരുമ്പോൾ തന്നെ വോയിസ് എങ്ങനെ ഡെപ്ത് ഫീൽ ചെയ്യും, എങ്ങനെ ബേസ് വോയിസ് വേണ്ടേ. ഏറെ ആരെങ്കിലും ആണെങ്കിൽ പറയും അത് ഷമി അല്ലെ ശോഭിയൊക്കെ ചെയ്താലേ ആ വോയിസ് ചിലപ്പോൾ ബേസ് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു കളയും, കാരണം ആ ക്യാരക്ടറിന്റെ ഇത്. പക്ഷെ ഇവര് തെരഞ്ഞെടുത്തത് ആ വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് അറിയാലോ, പടം അത്ര ഇതൊന്നുമല്ല. ഞാൻ രമേശാണ അതൊക്കെ ശരിയല്ലേ, ശരി എന്നാ എന്നാ ശേഷാണ അങ്ങോട്ട്, ഇതാണ് അദ്ദേഹത്തിന്. ശരിക്കും ഷെനിലിന്റെ വോയിസും അതേ രീതിയാണ്. അപ്പൊ വേറെ ആരാണെങ്കിലും ഒരു ബേസ് വോയിസ് പിടിച്ചാൽ അവിടെ എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കളയും. പക്ഷെ ഇവരത് തെരഞ്ഞെടുക്കാൻ കാണിച്ചൊരു വോയിസ് ഞാൻ അങ്ങനെ ഫീൽ ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്രയും ഇത് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഓഡിഷൻ പോയതാണ്, ഓഡിഷൻ സെലക്ട് ചെയ്യുന്നതാണ്. നമ്മളൊക്കെ ഓഡിഷൻ കഴിഞ്ഞിട്ടാണ് കയറുന്നത്. അപ്പൊ എന്റെ അടുത്ത് ഡയറക്ടർ പറഞ്ഞത് ഒന്നുമില്ല, ആ കഥാപാത്രത്തെ ആക്ട് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ വോയിസ് പിടിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയ ഏതാണോ വോയിസ് ആർട്ടിസ്റ്റ് അദ്ദേഹത്തെ വെച്ച് ഫോളോ ചെയ്തു എന്നാണ് അവര് പറയുന്നത്. ഞാൻ രണ്ട് ഇതാണ്. അപ്പൊ അവര് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. വേണമെങ്കിൽ വേറെ ഏത്, അത് മലയാളത്തിലേക്ക് ഏത് ഡയറക്ടേഴ്സും ചിലപ്പോൾ പറയാം അതെ അത് അവിടെ നിൽക്കില്ല, ആ ശബ്ദം ഭയങ്കര ബേസ് വോയിസ് കൊടുത്തു. ഈ തെരഞ്ഞെടുപ്പാണ് അത് വിജയം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതിന്റെ വോയിസിലേക്ക് അയാളുടെ വോയിസ് എല്ലാം സെപ്പറേറ്റ് വോയിസുകളാണ്, ശ്രദ്ധിച്ചറിയാം. എല്ലാം ഭയങ്കര രസകരമായിട്ട് കാസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, വോയിസ് കാസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. ശരിയാണ്, ഒരുപാട് സ്റ്റീരിയോടൈപ്സ് ബ്രേക്ക് ചെയ്യപ്പെട്ടുള്ള ഡയറക്ടറും രാജ് സാറും കൂടിയിട്ടാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ സ്ലാപ്സ്റ്റിക് കോമഡി ജോണർ
കൈകാര്യം ചെയ്യുന്ന സിനിമകൾ ഒരുപാട് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പഴയ ശ്രീനിവാസൻ സാറിന്റെ സിനിമകൾ എടുത്താലും അപ്പൊ നമ്മുടെ ഒരു കാലഘട്ടം മുഴുവൻ അങ്ങനത്തെ സിനിമകളായിരുന്നു. ആ സിനിമകളൊക്കെ നമുക്ക് ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ അതേ ഫീൽ തന്നെ കിട്ടുന്നത്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തോട് വരുമ്പോൾ സിനിമയുടെ സ്വഭാവം മാറി, സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന രീതി മാറി. ഇപ്പോഴും കോമഡി സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിലും പലതും വിജയിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സൂഫ്രം സോ വന്ന് ഇതുപോലൊരു സെൻസേഷനായി മാറുന്നത്. അപ്പം ഈ ആളുകളുടെ ആസ്വാദനം മാറിയതനുസരിച്ച് നമ്മുടെ ഇവിടെ ഉള്ള ഫിലിം മേക്കേഴ്സിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആവണമെന്നോ അല്ലെങ്കിൽ കോമഡി കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടോ? ആളുകൾ സിനിമയെ സമീപിക്കുന്നത് അവരുടെ കാഴ്ചപ്പാടിന്റെ ആ ചുറ്റുവട്ടം നിന്നുകൊണ്ടാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ വിനോദം ഇഷ്ടപ്പെട്ടോളന്നില്ല, അല്ലെങ്കിൽ മഞ്ജുമിക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. അപ്പൊ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ, അതുകൊണ്ട് സിനിമ മേക്കിംഗ് കുറച്ച് കഷ്ടപ്പാടാണ് ഇപ്പൊ. ഏത് തരത്തിൽ സിനിമ ചെയ്യുന്ന ആള് നിസ്സാര പണിയല്ല. നമുക്കറിയാം, ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന തുടങ്ങി വർഷങ്ങൾ നീണ്ടൊരു ഇതിന് ശേഷമാണിത് ഷൂട്ടിങ്ങിലോട്ട് വരുന്നത്. ചർച്ചകളും ചെയ്ത് ആർട്ടിസ്റ്റിനെ എല്ലാം സെറ്റ് ചെയ്ത് ഒരു സിനിമ പ്രൊഡക്ഷൻ, എന്നിട്ട് ആ പടം ഒരു ദിവസം പോലും ഓടാതെ പുറത്തു പോകുമ്പോൾ ഉണ്ടാകുന്നൊരു പെയിൻ ഉണ്ട് അതിനകത്ത്, ഭയങ്കര പെയിൻ ഉണ്ട്. അപ്പം ഈ കാലഘട്ടത്തിന്റെ മാറ്റം ഒന്ന് ഓഡിയൻസിനെ മനസ്സിലാക്കി ചെയ്യണം. ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും എന്തിനാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് തോന്നാറുണ്ട് പലപ്പോഴും. പക്ഷേ സിനിമ മേക്കിങ്ങിന്റെ കഷ്ടപ്പാട് സെയിം. ഒരു സിനിമയ്ക്കും ഇത് കുറച്ച് എളുപ്പമാണ് അല്ലെങ്കിൽ ഇത്തിരി കഷ്ടപ്പാട്, എല്ലാത്തിന്റെയും കഷ്ടപ്പാട് സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് സിനിമയെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഈ ഡയറക്ടറുടെ ബുദ്ധി തന്നെയാണ് എപ്പോഴും സ്ക്രിപ്റ്റും ഡയറക്ഷനും കൂടെ വരുമ്പോൾ അതിന്റെ ആ മെർജിങ് ഏറ്റവും നന്നായിട്ട് ജനങ്ങളിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ള സ്ഥലത്താണ് വിജയം കാണും. അത് കറക്റ്റായിട്ട് കൺവേ ചെയ്യണം. അപ്പൊ ഈ നമ്മുടെ സിനിമയുടെ ഈ ഞങ്ങൾ ചെയ്ത ഈ സിനിമയുടെ ഡയറക്ഷനും ആ തരക്കുള്ള, അത് മലയാളത്തിന് മാത്രമല്ല ഹിറ്റ്, കന്നഡയിലും ഹിറ്റാണ്, തെലുങ്കിലും ഹിറ്റാണ്, തമിഴിലും ഹിറ്റാണ്. അപ്പം എല്ലാ സ്ഥലത്തും ഹിറ്റ് ചെയ്യിക്കാനായിട്ട് ഉള്ള ഒരു ബുദ്ധി ഡയറക്ടറും റൈറ്ററും അതുപോലെ ആക്ടേഴ്സും പ്രൊഡ്യൂസ് ചെയ്തു. അതിൽ ഏതെങ്കിലും ആൾ ആദ്യം അഭിനയിക്കാൻ തോന്നിയിട്ടുണ്ടോ? അവരതിന് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ മൂലയ്ക്ക് നിൽക്കുന്ന ആർട്ടിസ്റ്റ് പോലും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് അതിനകത്ത്. നമുക്കൊരു ഗ്രാമത്തിൽ ചെന്ന് പെട്ടവരെയാണ്, നമ്മളൊരു ഗ്രാമത്തിൽ ചെന്ന് പെട്ട് അവരുടെ കാഴ്ചകൾ കണ്ട് നമ്മൾ ഇരിക്കുകയാണ്. അതിന് ഭയങ്കര നാച്ചുറാലിറ്റി ഉണ്ടായിരുന്നു. ജനങ്ങൾ കൂടുതൽ ഇപ്പം ഈ എന്താ പറയാ ലോജിക് എന്നുള്ള സംഭവമാണ് ഞാൻ അപ്പോൾ ആ വേർഡാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ലോജിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത് മനസ്സിലാക്കിയിട്ട് വേണം സിനിമ. ഒരു പ്രത്യേക ജനം ഈ പടം ഇങ്ങനെയാണ്, ഇങ്ങനെ കണ്ടാൽ മതി എന്നൊരു ഡയറക്ടർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് അത്രയും ഓഡിയൻസ് ഉണ്ടാവുള്ളൂ. അത് കാണാൻ ഓഡിയൻസ് ഉണ്ട്, പക്ഷെ അത് വളരെ കുറവായിരിക്കും. എല്ലാവർക്കും വേണ്ടി ഒരു സിനിമ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ഓഡിയൻസിന്റെ ഒരു 90% ആളുകളും കോമഡി ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെ? നമ്മളെല്ലാം ഈ പ്രശ്നപൂരിതമായ ജീവിതത്തിൽ എല്ലാവരും സംഘർഷമാണ് അധികം. കാരണം ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും സംഘർഷങ്ങളുണ്ട്. അപ്പം അല്പം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് തിയേറ്ററിലോട്ട് കയറുന്നത്. അവനെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് റിലാക്സ് കൊണ്ടുവരുന്നത് കോമഡിയാണ്. ഒന്ന് ചിരിക്കാൻ പറ്റും, ഒറ്റ ചിരി വന്നാൽ മതി. ഒരു സിനിമയ്ക്കകത്ത് ഒന്ന് നന്നായിട്ട് ചിരിക്കാൻ പറ്റിയാൽ മതി, ഉള്ളു തുറന്ന്. ആ സിനിമ ഒരു 90% വിജയിച്ചു എന്ന് പറയാം. സങ്കടത്തിനും അതുപോലെയുണ്ട്. ഒരു ഈ എന്താ പറയാ, ഇപ്പം നമ്മുടെ ആകാശദൂത് പോലുള്ള സിനിമകൾ 100-150 ദിവസം ഓടിയ സിനിമകളാണ്. അത് സങ്കടമാണ് മൊത്തം. പക്ഷെ അതും ഇമോഷൻ ജനങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഈ ഇമോഷൻ കൈകാര്യം ചെയ്യാൻ, വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ വിജയിക്കും. അതായത് അതിനാ നാച്ചുറാലിറ്റി വേണം. പിന്നെ ഈ അമാനുഷിക സിനിമകളൊന്നും ഇന്നും ആരും അങ്ങനെ വലിയ അംഗീകാരം കൊടുക്കില്ല. കണ്ടുപോകും, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പം വരുന്ന ഓഡിയൻസിന് എല്ലാം അറിയാം. ഡബിങ് അറിയാം, മ്യൂസിക് ആരാ ചെയ്ത് അറിയാം, ഇതെല്ലാം എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് വരെ അവർ സെർച്ച് ചെയ്തിട്ടാണ് പടത്തിന് വരുന്നത്, അല്ലേ? എല്ലാം ഇതിന് നോക്കി. പിന്നെ സ്കോർ നോക്കും, എന്റെ സ്റ്റാർ നോക്കും, എത്ര സ്റ്റാർ കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ നോക്കി സിനിമയ്ക്ക് വരുന്നുണ്ട്. റിവ്യൂ നോക്കി സിനിമയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് റിവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് കൂടുന്നത്. ഇപ്പൊ ബോംബെയിൽ ഇതൊരു വലിയ കെണിയിലോട്ട് പോയി ഈ റിവ്യൂ, അല്ലെ? അവസാനം റിവ്യൂക്കാരെ പലരും കൊണ്ടുവിട്ട് അടിച്ച് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ബോംബെയിൽ പണ്ട്. ഇപ്പൊ ഇല്ല. ഇപ്പൊ നമ്മുടെ അവിടെ ഈ റിവ്യൂ പറയുന്നവര് എനിക്ക് തോന്നുന്നു ചിലർ സത്യസന്ധമായിട്ട് പറയുന്നുണ്ടാവും, ചിലർ കുറച്ച് മാറ്റി പറയുന്നുണ്ടാവും. അറിയില്ല എങ്ങനെയാണ് പോകുന്നതെന്നും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നും നമുക്ക് അറിയില്ല. എന്തായാലും അതിലും വാല്യൂ ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഇത് നോക്കിയിട്ടാണ് പടത്തിന് പോകുന്നത്. അങ്ങനെ നോക്കി പോയവര് നിരാശപ്പെട്ടിട്ടുമുണ്ട്. നല്ലതെന്ന് പറഞ്ഞ സാധനം കയറി കണ്ടിട്ട് നിരാശപ്പെട്ട് ഇറങ്ങിയ ആളുകളുമുണ്ട്. അപ്പൊ ഇത് ഒന്ന് ജനങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റണം. ഏത് ടൈപ്പ് ഫിലിം ചെയ്താലും അത് കൺവേ ആവണം, അതാണ് വേണ്ടത്. എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം സിനിമയെ അപ്രോച്ച് ചെയ്ത ആളുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണല്ലോ കേരളം.
എങ്കിൽ കൂടി നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങിയ ഒരു സിനിമ വലിയ രീതിയിൽ സ്ക്രൂട്ടിനി ചെയ്യപ്പെട്ടു, വലിയ ചർച്ചകൾക്ക് വിധേയമായി, ഭയങ്കര രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അത്തരത്തിലുള്ള മൈൻഡ് സെറ്റുള്ള ആളുകളും നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അപ്പം അത് ഒരു നമ്മളൊരു സിനിമ മുമ്പോട്ട് വെക്കുന്നു, അപ്പൊ അതിനെ ഹനിക്കുന്ന രീതിയിലുള്ള പല ആസ്പെക്റ്റുകളും ഇവിടെ വരുന്നത് ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് അപകടം ചെയ്യുന്നുണ്ട്. അപ്പം ആളുകളുടെ ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റി നമ്മുടെ ഈ സിനിമാ മേഖലയ്ക്ക് എന്തുമാത്രം അപകടമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ചില പേരുകൾ വെട്ടാൻ പറയുക, അല്ലെങ്കിൽ സീനുകൾ വെട്ടാൻ പറയുക, നമുക്കറിയാം ഇത് ഫിക്ഷൻ ആണെന്നുള്ള ബോധ്യത്തോടു കൂടി കാണുമ്പോഴും ഇങ്ങനെ ചില കാര്യങ്ങൾ വരുന്നത് സിനിമയ്ക്ക് എന്തുമാത്രം അപകടം ഉണ്ടാക്കുമെന്നാണ് ചിന്തിക്കുന്നത്. ഇതിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് പബ്ലിസിറ്റിയാണ്. പബ്ലിസിറ്റി സ്റ്റണ്ടായിട്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. പടത്തിനൊരു അതുകൊണ്ട് ആ പടം എന്തായാലും അറിയപ്പെടും, അങ്ങനെ സംഭവിക്കാം. രണ്ടാമത് ഇപ്പം എന്താ പറയാ, അമ്മയുടെ പക്ഷം പറഞ്ഞാൽ രണ്ട് രീതിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത് പൊളിറ്റിക്കലി ആണെങ്കിലും ജനങ്ങൾക്കിടയിലാണെങ്കിലും ഇതിനെ എതിർത്ത് സംസാരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ മാറ്റി നിർത്തുക നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. ഇത് ഏത് ഇറങ്ങിയാലും നെഗറ്റീവ് പറയുന്നവരും പോസിറ്റീവ് പറയുന്ന ആളുകളും ഉണ്ട്. അതുപോലെ തന്നെ അതിനെ എങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്ത് വലുതാക്കി എടുക്കാം എന്ന് ചിന്തിക്കുന്ന അതെ, അതിന് TRP എന്നും പല പേരിലും അത് വലിയ മാധ്യമങ്ങൾ തൊട്ട് ചെറിയ മിനി സ്ക്രീൻ മാധ്യമങ്ങൾ, ചെറിയ മാധ്യമങ്ങൾ വരെ അതിനെ ഉപയോഗിക്കുന്നുണ്ട്. അത് തന്നെയാവാം ഒരു 90% ഇത്തരം കാര്യങ്ങളുടെ ഒരു പിൻബലം എന്ന് പറയുന്നത്, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. വിനോദനോട് കുറച്ചുകൂടി ഈ തിയേറ്റർ ബേസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി നിലയ്ക്ക് കൂടി ഇപ്പൊ ഇത്തരത്തില് കലയില് ആവിഷ്കാര സ്വാതന്ത്ര്യത്തില് ഈ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ കലയുടെ തനതായിട്ടുള്ള ഒരു രീതിയെ, അതിന്റെ ഒരു ലക്ഷ്യത്തെ, ഒരു ബോധത്തെ, ഒരു ആസ്വാദനത്തെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ ബാധിക്കുന്നത്? അല്ല, ഈ ആർട്ട് ഫോം എപ്പോഴും ഈ പറഞ്ഞ പോലെ ജനങ്ങളെ അവരെ സ്വാധീനിക്കുന്ന സാധനമാണ്. അവരെപ്പോഴും പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ഏരിയയാണ്. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പൊളിറ്റിക്കൽ സാധനത്തിലേക്ക് ഞാൻ കടക്കുക എന്നുള്ളത് കുറച്ച് വൈഡാണ്. പക്ഷെ ഈ കലാരൂപങ്ങളെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നതിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് മനുഷ്യനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെ. നമുക്കൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇതാണ്. നമുക്ക് ചില സമയത്ത് നമുക്ക് തന്നെ വിഷമം തോന്നും. എന്തിനും നമുക്ക് സാധനം കൃത്യമായിട്ട് ഇപ്പൊ നിർമാല്യം എന്നുള്ള സിനിമ പോലെ നമുക്കിപ്പോ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റുന്നില്ല അല്ലെ? അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാലോ. നമുക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നതിന്റെ വലിയൊരു നമുക്ക് സങ്കടപ്പെടുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് അത് മാറ്റം വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കലാകാരന്മാരും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി തന്നെ തീരുമാനിക്കണം, ഇത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ വലിയ ഏതാണ് വിഷയം എടുക്കേണ്ടത് അതിന്റെ പ്രസക്തി അതെന്താണെന്നുള്ള സാധനമല്ല. ഇതിങ്ങനെ അടിത്തട്ടിൽ അല്ലെങ്കിൽ തന്നെ മനുഷ്യനെ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്ത് വരേണ്ട ഒരു സാധനമാണ്. ഇത്തരം അല്ലെങ്കിൽ നല്ല കലാരൂപങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളെ പോലെയുള്ള തിയേറ്റർ ആക്ടിവിസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോ പരമാവധി നമ്മളൊക്കെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ അത്തരം രീതിയിലുള്ള കലകൾ ഇപ്പൊ ഫോക്ക് പോലെയുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ നാടക ചില സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധമായിട്ടുള്ള നാടകങ്ങൾ ഞങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോരുന്നുണ്ട്. അത് കാണാൻ എത്രത്തോളം ആൾക്കാരുണ്ടെന്നുള്ളത് വേറെ കാര്യം. പക്ഷെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ തലമുറയെ അതിനെ കുറെ ആൾക്കാർ എടുക്കുന്നുണ്ട് ഈ സാധനം. ഈ ചില മുതിർന്ന അങ്ങനെയാണല്ലോ നമ്മൾ പറയാ, ഈ ചില അമ്മാവന്മാരെന്ന് പറയുന്ന സാധനങ്ങളാണ് ഇപ്പോഴും നമ്മളൊക്കെ ഇത് ചെയ്യുന്നത്. അല്ലാത്തൊരു അംഗീകരിക്കാനുള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ട്. അത് മാറണമെന്നാണ് നമ്മുടെ അഭിപ്രായം. അതിപ്പോ ഒരു വോയിസ് ആർട്ടിസ്റ്റിന്റെ ഇതിലൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെയാണ് ഇപ്പൊ നമ്മളൊരു സിനിമ ഡബ് ചെയ്തിട്ടുണ്ട്, വെബ് സീരീസ് ഒക്കെ ഡബ് ചെയ്ത്, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരാഴ്ച ഒരു തെറികൊണ്ട് അഭിഷേകം പറഞ്ഞിട്ടുണ്ടാവും. ഒരു സാധനം സെൻസറിങ് ഇല്ല അല്ലെ? സീരീസ് ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് തെറി വിളിക്കുക അത്ര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ശരിക്കും അതിനകത്ത് ഒരാളെ കാരണം പോലീസ് ഉദ്യോഗസ്ഥനാണ് അതിനകത്ത്, ആ മെയിൻ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പാതാളം. അദ്ദേഹം തെറി വിളിക്കേണ്ട സാഹചര്യമുണ്ട്, അയാൾ നമ്മളായിട്ട് വിളിക്കുകയാണ് ആ തെറി. അപ്പൊ ഞങ്ങള് ഒരു സീരിയൽ അതിന് മുമ്പ് ഒരു സീരിയൽ ചെയ്ത സമയത്ത് തെറി ഒഴിവാക്കിയിട്ട് നമ്മള് അതിന് കട്ടി കുറച്ചു. അതിനകത്ത് വിളിച്ചിരിക്കുന്നത് ഭയങ്കര മോശം തെറിയാണ്. കട്ടി കുറച്ചിട്ട് ഞങ്ങൾ ലൈറ്റർ ആക്കി വിട്ടു. ഉടനെ അവിടുന്ന് വീണ്ടും റീഡപ്പ് ചെയ്തു. ഞങ്ങളെ അത് ഒറിജിനൽ തെറി വിളിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അതൊരു ഉണ്ടോ അല്ലെങ്കിൽ ഇത്ര വേണോ, കഥാപാത്രം ആവശ്യപ്പെടുന്നുണ്ടോ അല്ലെ, കഥാപാത്രം ആവശ്യപ്പെടുന്ന ഇതാണോ നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ള സാധനമൊക്കെ വരുന്നുണ്ട്. അതിന്
തെറിയായിട്ട് കണ്ടാലും പ്രശ്നമാണ്, അല്ലാതെ കണ്ടാലും ഈ പറഞ്ഞ അല്ലാതെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ അതും നല്ലതാണെന്നുള്ളതാണ്. അപ്പൊ ചർച്ച കുറച്ചു നേരമായിട്ട് ഭയങ്കര Intellectual ചൂട് പിടിക്കുന്നു. ആ ചൂടൊന്നും നമുക്ക് കുറയ്ക്കാം. ഈ കൂടെയുള്ള ആളുകൾ വോയിസ് ആർട്ടിസ്റ്റുകളാണെന്നുള്ളത് ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. പക്ഷേ അസാധ്യ ഗായകർ ഈ കൂടെ ഉണ്ടെന്നുള്ളത് പ്രേക്ഷകർക്കൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെ. അപ്പൊ ബെന്നിച്ചേട്ടൻ പിന്നെ ആയിക്കോട്ടെ, ഇഷ്ടമുള്ളൊരു ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഡബിങ്ങിനേക്കാളും അല്ല പാട്ടിനേക്കാളും എളുപ്പം, സോറി, ബുദ്ധിമുട്ട് ഡബിങ് തന്നെയാണ്. നേരത്തെ മഞ്ജുമ പറഞ്ഞല്ലോ, പാട്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷെ പാട്ടിനും അതിൻ്റെതായ ഭാവമൊക്കെ കൊടുത്തില്ലെങ്കിൽ അത് ബോറായി പോകും. ഇപ്പം ഈ രത്നം പോലെയാ, നമ്മളതെടുത്തൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പൊടി പിടിച്ച് എങ്ങനെ ഇതാകും. പക്ഷെ ഒരച്ചൊരച്ച് സെറ്റായി കഴിഞ്ഞാൽ അതിങ്ങനെ തിളങ്ങി നിൽക്കും. എന്റെ ഒരു പുക പിടിച്ച സ്ഥലത്ത് ഇരിക്കുകയാണ്. ഇതിന്റെ റിസൾട്ട് എന്താവും എനിക്കറിയില്ല. പാട്ട് പാടിയിട്ട് കുറച്ച് കാലമായി എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറ്റേ ക്യാരക്ടർ അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്, ക്രിസ്ത്യൻ ഗാനം. ഞാനൊരു ഈ ഡബിങ്ങിന് വരുന്നതിന് മുമ്പ് ഒരു ക്രിസ്ത്യൻ ഗായകനായിരുന്നു. ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ടീം ഉണ്ടായിരുന്നു, ഹാർട്ട് ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഗായകനായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഡബിങ് ഫീൽഡിലോട്ട് വരുന്നത്. അപ്പം ഞാൻ അന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ട്, കുറച്ച് കാലം മുമ്പുള്ളൊരു പാട്ടാണ്, മധുബാലകൃഷ്ണൻ പാടിയിട്ടുള്ളൊരു പാട്ട്. ഞാൻ അതിൻ്റെ കുറച്ച് വരികൾ പാടാം. മനസുഖമെങ്ങു പോയി, എനിക്കില്ല ശാന്തി തെല്ലും, നിമിഷ സുഖം നുകരാ, കരളിനു ദാഹമെന്നും, അടച്ചൊരു കോട്ട പോരാ, ഹൃദയത്തിൻ വാതിലെന്നും, എളിയവർ വന്നിടുമ്പോ തിരക്കിൻ്റെ ഭാവമെന്നും, ഈശോ പറയൂ നീ ഞാൻ യോഗ്യനോ, യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ, അടിയനിൽ യോഗ്യതയ എന്തു കണ്ടു നീ. താങ്ക് യു. അടുത്ത് ഓക്കെ, ഞാൻ നോക്കിക്കൊണ്ടു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. വേനൽ കിനാവിൻ്റെ ചെപ്പിൽ വീണുമയങ്ങുമെൻ മുത്തേ, നിന്നെ തഴുകി തലോടാ നിർവൃതിയോടെ പുണരാൻ, ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. ഞാൻ ബെന്നിച്ചേട്ടൻ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഡബ് ചെയ്യാൻ എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ നെർവസ് ആവും. എനിക്ക് ഭയങ്കര എന്താ പറയാ, സ്റ്റേജ് ഫിയർ ഭയങ്കരമായിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം
ഞാൻ പാടി. ഞങ്ങൾ രണ്ട് പ്രൊഫഷണൽ സിംഗേഴ്സ് അപ്പുറം ഇപ്പുറം ഇരിക്കുന്നോണ്ടുള്ള ടെൻഷനുണ്ട്. ഓക്കെ, ഞാൻ രണ്ടുപേരും നോക്കാം. വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃംഗാര പദമോ കോകില കൂജനമോ വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ ആരോ പാടും ശൃംഗാര പദമോ കോകില കൂജനമോ വൈശാഖ പൗർണമിയോ. അടിപൊളി. കുഴപ്പമില്ല. നമ്മൾ ഇത്ര നേരം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, സിനിമയെ പറ്റി സംസാരിച്ചു, സിനിമയുടെ പിന്നിലുള്ള കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. ഈ സൂ ഫ്രം സോ എന്ന് പറയുന്ന സിനിമ കേരളക്കര ഒന്നാകെ ഏറ്റെടുത്ത് കഴിഞ്ഞു. എല്ലാ ആളുകൾക്കും ഒരുപാട് ഇഷ്ടം. ഈ ബുക്ക് മൈ ഷോയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം ഫാമിലി ഓഡിയൻസ് വന്ന് കയറുന്നുണ്ട്, നല്ല നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായതിൽ നിങ്ങൾ എന്തുമാത്രം സന്തോഷിക്കുന്നു. ഓൾസോ ഈ സിനിമ കണ്ട പ്രേക്ഷകരോട്, ഇനി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡബ് ചെയ്യുന്നത് എല്ലാം ഈ പറഞ്ഞ പോലെ എൻജോയ് ചെയ്യാണ്. അതായത് ഒരു കുഞ്ഞു പറക്കുന്ന ഒരു സന്തോഷത്തോടു കൂടി ഞാനൊക്കെ ഡബ് ചെയ്യാൻ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഒരു സിനിമ ഡബ് ചെയ്യുമ്പോൾ എപ്പോഴും ചില സിനിമകൾ നമ്മൾ കഥ പോലും കേൾക്കാതെ കഥാപാത്രത്തിനൊപ്പം സഞ്ചരിച്ചു പോകും. ഞാൻ പറയാത്തൊരു സാധനം വിജയ് സേതുപതിക്ക് ഡബ് ചെയ്തൊരു സാധനം വിടുതല എന്ന മൂവിയിൽ ഡബ് ചെയ്തിരിക്കുന്നു. അതിനകത്ത് ഇതൊന്നും ഞാൻ കഥയോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ നരേഷൻ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യുന്നു. അതായത് അടുത്ത സീൻ എന്താണെന്നുള്ളത്, അടുത്ത സീൻ എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളതിന്റെ ഒരു കൗതുകം ഉണ്ടല്ലോ. സിനിമ നിങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൗതുകം, ഈ കൗതുകത്തിലൂടെ നമ്മൾ ഡബ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഔട്ട്പുട്ട് ഭയങ്കര രസമാണ്. ഇന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമല്ലേ, എങ്ങനെയാണ് ഇത് പടം കാണാതെ ഇങ്ങനെ. അങ്ങനെ നിരവധി പടങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് 3 ദിവസം മുമ്പ് ചെയ്തത് കിങ്ഡത്തിലെ ദേവമണിക്കാണ്. ഞാൻ പറയാത്തൊരു സാധനമാണ്. ദേവമണിക്കാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ എൻജോയ് ചെയ്യാണ്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഈ പറഞ്ഞ പോലെ ആത്മാർത്ഥത കൊടുക്കുന്നത് പറഞ്ഞ സാധനമല്ലോ, അത് ഭയങ്കര രസമാണ്. അങ്ങനെയാണ് കടന്നു പോയിരിക്കുന്നത്. സൂലെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അടുത്തൊരു ഈ പറഞ്ഞ പോലെ സസമി എന്ന് പറഞ്ഞിട്ട് അല്ലെ, അതിനകത്ത് ഇദ്ദേഹത്തിന്റെ മകൻ സൈഫ് അലി ഖാന്റെ മകനാണ് അഭിനയിച്ചിരിക്കുന്നത് അല്ലെ, പൃഥ്വിയുടെ. അദ്ദേഹത്തിന് ഡബ് ചെയ്തിരിക്കുന്നത് 23 വയസ്സേ ഉള്ളൂ. ആ കഥാപാത്രത്തിന്റെ ഡബ് ചെയ്തിരിക്കുന്ന നമ്മളാണ്. സോ ഇതിലൊരു കുറെ ഉണ്ട്, അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ഒരു ഇതായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ എങ്ങനെയാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതും അങ്ങനെ എൻജോയ് ചെയ്തൊരു ദിവ്യണ്ണന്റെ കഥാപാത്രവും എൻജോയ് ചെയ്തൊരു സാധനമാണ്. അതിന്റെ ഔട്ട്പുട്ട് നിങ്ങൾ പറയുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു, ഭയങ്കര സൂപ്പറാണ്, ദിവ്യണ്ണൻ മാസാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സന്തോഷമുണ്ടല്ലോ. എല്ലാ കലാകാരന്മാരും എടുക്കുന്ന ഒരു സന്തോഷം, ആ സന്തോഷമാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അത് എല്ലാ കഥാപാത്രവും ഇനിയും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഒരു പ്രചോദനമാണ്. അങ്ങനെ തന്നെയാണ് ഞാനൊക്കെ കാണുന്നത്. നമ്മൾ എൻജോയ് ചെയ്യുന്നു. ഈ സൂക്ഷ്മ സോയില് ഞാൻ ചെയ്ത കഥാപാത്രം അത്ര മെയിൻ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഉള്ളൊരു ക്യാരക്ടറാണ്. പക്ഷെ ആ സിനിമയുടെ വിജയം എന്റെയും കൂടെ വിജയമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ തീർച്ചയായിട്ടും മലയാളക്കാരെ ഒരു അന്യഭാഷാ സിനിമയെ ഇത്രത്തോളം സ്നേഹിക്കാൻ ഞങ്ങളൊക്കെ ഒരു കാരണക്കാരായെങ്കിൽ അതൊരു വലിയ സന്തോഷമുണ്ട്. ഞാൻ പ്രേക്ഷകരോട് പറയുന്നത് ധൈര്യമായിട്ട് പോയി കാണാം. നിങ്ങൾ ചിരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കാശ് മടക്കി തരാൻ ഞാൻ തരാം. കാരണം ചിരിച്ചിരിക്കും. കാരണം നമ്മൾ ചിരിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ഒരു ചിരി വന്നിരിക്കും. അത് ഗ്യാരണ്ടിയാണ്. ധൈര്യമായിട്ട് പോയി കണ്ടോ. കാണാത്തവർ എനിക്കൊന്നും നല്ലൊരു ശതമാനം ആളുകൾ കണ്ടു. ചിലർ OTT വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. തിയേറ്ററിൽ കാണുന്നതിന്റെ ഒരു എഫക്ട് വേറെയാണ്. വീണ്ടും വീണ്ടും കാണുന്ന ആൾക്കാരുണ്ട്. ഞാൻ തന്നെ ഫാമിലി ആയിട്ട് ഒന്നും കൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മള് പണ്ട് മാസ് ഓഡിയൻസ് പട്ടപ്രവേശമൊക്കെ ചെയ്ത് കണ്ടിരുന്ന ചിരിച്ച ഒരു മാസ് ഓഡിയൻസ്, ഈ മാസ് ഓഡിയൻസിനുള്ളിൽ ഇരുന്ന് ഈ പടം കാണാൻ ഒരു സുഖമുണ്ടല്ലോ. അറിയാലോ, അത് ഭയങ്കര നമ്മളറിയാതെ നമ്മളറിയാതെ എൻജോയ് ചെയ്യണം. ഇവൻ നമ്മൾ ചിരിച്ചില്ലെങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവർ ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചിരിയിലോട്ട് വരും. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവാനും സാധ്യത, അതായത് 100% സാധ്യതയുള്ള ഒരു സിനിമയാണ്. ധൈര്യമായിട്ട് പോയി കാണണം. അതുകൊണ്ട് മാത്രമല്ല, ഇനി മുതൽ നിങ്ങൾ ഞങ്ങളുടെ ഡബിങ് ആയിട്ട് ശ്രദ്ധിക്കണം. ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിടണം. ഇപ്പോ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്ന നിങ്ങൾക്കൊരു നന്ദി ആദ്യം ഞങ്ങൾ പറയണം. കാരണം
ഇതൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ സാറൊക്കെ 20 വർഷത്തിന് മേലെയായി ഒരു ഫീൽഡിൽ. പക്ഷെ ഇങ്ങനെ ഒരു എന്താ പറയാ, ആരും നമ്മളെ ഐഡന്റിഫൈ ചെയ്യാറില്ല. ഒരു അന്വേഷണം പോലും ഇതാര് ചെയ്തു എന്നുള്ളൊരു ചിന്തയെ വരാറില്ല. അപ്പോൾ ആദ്യം താങ്ക്സ്, അതിന് ഒരു നന്ദി. പിന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക് ഇപ്പോഴും ഡബ്ഡ് മൂവി എന്ന് പറയുന്നത് കൈരളി മൂവിയാണ്, കൈരളി ടിവിയിൽ വരുന്ന മൂവി എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പൊ വരുന്ന സിനിമകൾ, ഇപ്പൊ വരുന്ന ഡബ്ഡ് മൂവീസ് അങ്ങനെയല്ല. വളരെ ചുരുക്കം ചില സിനിമകൾ ഉണ്ടാകാം, പക്ഷെ എല്ലാവരും നമ്മൾ ചെയ്യുന്ന പടം നന്നായിരിക്കണം, ഈ പടം എല്ലാവരിലും എത്തണം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽ ഒരു പടമാണ് തീർച്ചയായിട്ടും സൂ ഫ്രം സോ എന്ന് പറഞ്ഞ മൂവി. ഇപ്പോൾ വന്ന റിവ്യൂസ് ഒക്കെ അതൊന്നും പെയ്ഡ് റിവ്യൂസ് അല്ല, എല്ലാവരും ജെന്യൂൻ ആയിട്ട് കൊടുത്തിട്ടുള്ള റിവ്യൂസ് ആണ്. എല്ലാത്തിലും പറഞ്ഞിരിക്കുന്നത് അവർ കണ്ടതിൽ വെച്ച് വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു ബെസ്റ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാര്. ഡബ്ഡ് മൂവി എന്നുള്ളൊരു ഫീൽ ഇല്ലാണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബെന്നിച്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ തിയേറ്ററിൽ നിങ്ങൾ ഈ സിനിമ പോയിട്ട് കാണണം. OTT വേണ്ടിയിട്ട് റിലീസ് ചെയ്യേണ്ട, തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക. അപ്പോഴ് ഈ സിനിമ ഉറപ്പായിട്ടും കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് പോലും ഈ സിനിമ ഇഷ്ടപ്പെടും. എല്ലാ ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനിയും അങ്ങോട്ട് ഞങ്ങൾക്കുള്ള സപ്പോർട്ട് ഇനിയും ഉണ്ടാകുന്നത് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വൺസ് അഗൈൻ. എനിക്കും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. എന്താ പറയാ, ഇപ്പൊ ഇവരെ സംബന്ധിച്ച് ഇപ്പൊ ഒരു 10-20 വർഷമായിട്ട് ഈ മേഖലയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ എത്രത്തോളം നല്ല ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡബ്ബിങ്ങിന് ഇപ്പോൾ പ്രേക്ഷകരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കൊടുക്കുന്നൊരു ഇമ്പോർട്ടൻസ് എന്നുള്ളത് അത് ഇപ്പോഴാണ് കുറച്ചെങ്കിലും വന്നതെന്നുള്ളത് സങ്കടകരമായിട്ട് കാര്യം. അപ്പോൾ ഇവരൊക്കെ എത്രയോ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതൊന്നും മുന്നേ ഇവർ അപ്രീഷിയേറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്താൽ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലൊരു 4 പേരാണ് നമ്മളെ വിളിച്ചിട്ട് എന്തെങ്കിലും വിമർശനങ്ങളാണെങ്കിലും അപ്രീസിയേഷൻ ആണെങ്കിലും വിളിച്ച് പറയുന്നത്. അപ്പോൾ നമ്മളെ അറിയുന്ന കുറച്ച് സീനിയേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ചെയ്ത് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ നിനക്ക് ആ പോർഷൻ കുറച്ച് നന്നാക്കായിരുന്നു, എന്നെ ചെയ്യാമായിരുന്നു പറഞ്ഞു. പക്ഷേ ഇന്ന് അത് കുറച്ചും കൂടെ വൈഡായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്നത് വലിയ ഭാഗ്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇത്രയും നാളത്തെ സ്ട്രഗിൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റ്, ഇപ്പോൾ ബെന്നിച്ചേട്ടൻ, വിനോദൻ, മഞ്ജു അങ്ങനെ അവർ മാത്രം ഫോക്കസ്ഡ് ആയിട്ടല്ല, ഒരുപാട് ആർട്ടിസ്റ്റ് അവരൊക്കെ ഒരുപാട് നല്ല നല്ല വർക്കുകളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരും അറിയുന്നില്ല, ഇതാരാണ് വോയിസ് കൊടുത്തത് എന്നുള്ളത് ആരും അറിയുന്നില്ല. അത് വളരെ സങ്കടകരമായിട്ട് കാര്യമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു ന്യൂകം ആർട്ടിസ്റ്റാണ്, ഒരു 2 വർഷത്തോളം ആയിട്ടുള്ളൂ ഞാൻ ഫുൾ ഡബ്ബിങ്ങിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ് ആക്ച്വലി. പിന്നെ എന്താ പറയുക, എല്ലാവരുടെയും അനുഗ്രഹം സപ്പോർട്ട് തന്നെ കൊണ്ടാണ്. പക്ഷേ ഇതെല്ലാവരിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഈ ഡബ്ബിങ് കുറച്ച് എന്താ പറയുക ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു വർക്കാണ്. അല്ലെങ്കിൽ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു സിനിമയിലാണെങ്കിലും ഒരു കഥാപാത്രത്തിന് ജീവൻ കൊടുക്കുന്നത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതെല്ലാം എല്ലാവരും മനസ്സിലാക്കണം. ഈ ഡബ്ബിങ്ങിന് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഈ പറഞ്ഞ പോലെ സൂ ഫ്രം സോ എന്നുള്ള പടം ഈ പ്രേക്ഷകർ ഈ പറഞ്ഞ പോലെ തന്നെ ആർക്കും ഒരു മോശം അഭിപ്രായം വരാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ ഉള്ളവരുണ്ടാകാം, നമുക്കിപ്പോൾ ഒരു നാണയത്തിന് 2 വശം എന്ന് പറഞ്ഞ പോലെ ഉള്ളവരുണ്ടാകും. പക്ഷേ ഈ കോമഡി എല്ലാ മേഖലയിലും വർക്കൗട്ട് ആയിട്ടുണ്ട്. ആർക്കും പൈസ നഷ്ടം വരില്ല, എല്ലാവരും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തന്നതിന് ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മളിവിടെ ഇത്രയും നേരം സംസാരിച്ചതിനും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതിനും. ഈ സൂ ഫ്രം സോ നേരത്തെ ഒരു വിജയമായി കഴിഞ്ഞു. ഇനി അതിൽ വിജയം ആശംസിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞു. ഇനി ഇതുപോലെ നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റട്ടെ. ഈ മലയാള സിനിമയിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രോമിനന്റ് പേരുകളായി നിങ്ങൾ ഓരോരുത്തരുടെ പേര് മാറട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.